Hello everyone. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആക്സിലറേഷൻ എന്താണ് ആൻഡ് വാട്ട് ഈസ് യൂണിഫോം ആക്സിലറേഷൻ നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇന്ന് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ രണ്ട് രീതിയിൽ നമ്മൾ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ടു സ്റ്റഡി ഓർ ടു ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് we use graphical representation. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ രണ്ട് വേരിയബിൾ ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് ചെയ്യാറുണ്ട്. അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. അപ്പോൾ രണ്ട് ടൈപ്പ് ഗ്രാഫാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ആൻഡ് ദ അതർ വൺ ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലെ രണ്ട് വേരിയബിൾസ് ഏതാണ്? ഒന്ന് എക്സ് ആക്സിസ് വൈ ആക്സിസിൽ ഒന്ന് ഡിസ്റ്റൻസും എടുക്കും, മറ്റൊരു ആക്സിസിൽ ടൈം എടുക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിലാണെങ്കിൽ ഒരു എക്സ് ആക്സിസിൽ ടൈം മറ്റൊന്നിൽ വെലോസിറ്റി എടുത്തിട്ടാണ് നമ്മൾ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ നമ്മൾ ഇതുവരെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അതിനെ ഒരു ഗ്രാഫിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതായത് യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, അതുപോലെ ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ, നോൺ യൂണിഫോം ആക്സിലറേഷൻ, ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത കാര്യങ്ങളാണ്. ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ എക്സാക്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒരു ഗ്രാഫിൽ ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ ഗ്രാഫ്? ഓക്കെ, നോക്കാം. അതിലാദ്യം നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോക്കാം. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണം എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതുപോലെ എക്സ് ആക്സിസിലെ സ്കെയിൽ, വൈ ആക്സിസിലെ സ്കെയിലൊക്കെ കൃത്യമായിട്ട് എഴുതണം അല്ലേ. നിങ്ങൾ മാത്തമാറ്റിക്സിൽ ചെയ്തിട്ടുണ്ടാവും, അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് എക്സ് ആക്സിസിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ ടൈമാണ് അധികവും നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യാറ്. എന്ന് വെച്ചാൽ ടൈം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ടൈമിനനുസരിച്ച് മാറുന്ന വാല്യൂ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളാണ് ഡിസ്റ്റൻസ്. ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുകയോ കുറയുകയോ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടൈം നമ്മൾ ടൈം സെക്കൻഡ്സിൽ എക്സ് ആക്സിസിലും, ഡിസ്റ്റൻസ് എസ് യൂണിറ്റ് മീറ്റർ വൈ ആക്സിസിലും റെപ്രസെൻറ്റ് ചെയ്യാം. എക്സാമ്പിൾ നമുക്ക് ഒറിജിൻ, റെഫറൻസ് പോയിൻ്റ് ഒറിജിൻ O എന്ന് മാർക്ക് ചെയ്യാം. ടൈം ഇൻ്റർവെൽ നമ്മൾ മാർക്ക് ചെയ്തു. ആൻഡ് ഡിസ്റ്റൻസ് 5 മീറ്റർ, 10 മീറ്റർ. ഇനി ശ്രദ്ധിക്കുക, ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ ഞാൻ എക്സ് ആക്സിന് പാരലലായിട്ടാണ് ഒരു ലൈൻ വരച്ചത്. ഇതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്? എക്സ് ആക്സിന് പാരലലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ അക്കോർഡിംഗ് ടു ടൈം ഇൻ്റർവെൽ ഓർ ഇൻ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്, അതാണ് ശരിക്കും മാർക്ക് ചെയ്തിട്ട് ഞാൻ പാരലലായി വരച്ചത്. നോക്കാം. ഇതിൽ നിന്ന് ആഫ്റ്റർ 1 സെക്കൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് 10 മീറ്റർ അവേ. അങ്ങനെയാണെങ്കിൽ എവിടെ നമ്മൾ മാർക്ക് ചെയ്യും? ഫസ്റ്റ് 1 സെക്കൻഡ് കവർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് 1 സെക്കൻഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒബ്ജക്റ്റ് 10 മീറ്റർ എവേ ആണ്. ഈ പോയിന്റിലല്ലേ മാർക്ക് ചെയ്യുക. എഗെയിൻ 1 സെക്കൻഡും കൂടെ കഴിയുമ്പോൾ അവിടെ തന്നെ എഗെയിൻ ടൈം പോകുന്നുണ്ട്. അവിടെ അതേ പോയിന്റ്, അതേ 10 മീറ്റർ അവേ. 10 മീറ്റർ കൂടുകയാണെന്നല്ല പറയുന്നത്. കൂടുകയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? 5, 10, 15, 20, 25 ഇങ്ങനെ നമ്മൾ മാർക്ക് സ്ലോപ്പായിട്ട് പോകും. ഇവിടെ ഫസ്റ്റ് 1 സെക്കൻഡ് ഡ്യൂറേഷനിൽ അവിടെ ആ ഒബ്ജക്റ്റ് 10 മീറ്റർ അവേ ഉണ്ട്. നമുക്ക് ടൈം, നമ്മൾ വാച്ചിൽ ടൈം ഒബ്സർവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഫസ്റ്റ് ആദ്യത്തെ 1 സെക്കൻഡിൽ ഒബ്ജക്റ്റ് 10 മീറ്റർ അവേ ഫ്രം നമ്മളിൽ നിന്ന് ആ ഒബ്ജക്റ്റ് 10 മീറ്റർ അവേ ആണ്. എഗെയിൻ 2 സെക്കൻഡ് കഴിഞ്ഞു, അവിടെയാണ് ഒബ്ജക്റ്റ്. വീണ്ടും 10 സെക്കൻഡ്, അതേ 10 മീറ്റർ അവേ ആണ് ഒബ്ജക്റ്റ്. ദാറ്റ് മീൻസ് ഈ ഒരു ലൈൻ എല്ലാം ജോയിൻ ചെയ്ത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്. ദാറ്റ് ഈസ് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. മീൻസ് ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ആണ്. സമയം പോയിക്കൊണ്ടിരുന്നു, ഒബ്ജക്റ്റ് എന്നിട്ടും എത്ര തന്നെ എവയാണ് നമ്മളിൽ നിന്ന്? 10 മീറ്റർ എവേ. അത് അവിടുന്ന് 15 അല്ലെങ്കിൽ 20 മാറിയോ? ഇല്ല. ടൈം പോകുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റ് 10ൽ നിന്ന് 20, 20ൽ നിന്ന് 30 അങ്ങനെ മൂവ് ചെയ്തിട്ടില്ല. അവിടെ ഈ ഒരു ഗ്രാഫിൽ എന്ത് കാണുന്നില്ല നമ്മൾ? മൂവ്മെൻറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് നോട്ട് ദർ. സോ വി ക്യാൻ ടെൽ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് 1 സെക്കൻഡ് കഴിഞ്ഞു, അവിടെ ഒബ്ജക്റ്റ് 10 മീറ്റർ എവേ ഉണ്ട്. ഓക്കെ, ടൈം പോയിക്കൊണ്ടിരുന്നു. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, ഒബ്ജക്റ്റ് എത്ര തന്നെയാണ്? 10 മീറ്റർ എവേ തന്നെയാണുള്ളത്. അപ്പോൾ ആ പോയിന്റ് 10 മീറ്ററിന് പാരലലായിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിന് പാരലലായിട്ട് ഒരു ലൈൻ വന്നാൽ ഡിസ്റ്റൻസ് ആണല്ലേ. ഡിസ്റ്റൻസ് ഈസ് നോട്ട് ചേഞ്ചിങ്. 10 മീറ്റർ, 10 മീറ്റർ, 10 മീറ്റർ തന്നെ. ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? 10
20, 30. അപ്പോൾ അതൊരു മൂവിങ് ഒബ്ജക്റ്റ് ആണ്. ഇതൊരു മൂവിങ് ഒബ്ജക്റ്റ് അല്ല. ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണ്. ദിസ് ഈസ് ദ ഗ്രാഫ്, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് എങ്ങനെയും നമുക്ക് ഇൻക്രീസിങ്ങിൽ കിട്ടും. മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ്, അതായത് സ്ലോപ്പായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നോൺ യൂണിഫോം മോഷൻ, യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് നമ്മൾ കണ്ടിരുന്നു. നോൺ യൂണിഫോം മോഷൻ്റെ സ്ട്രെയിറ്റ് അല്ലാന്നേ ഉള്ളൂ, ബട്ട് എഗെയിൻ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് മൂവിങ് ആണോ എന്നറിയണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ അത് സ്ലോപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സിഗ്സാഗ് അല്ലെങ്കിൽ പാരാബോളിക് ആയിട്ട് ഗ്രാഫ് കണ്ടാൽ അത് മൂവ്മെൻറ്റ് എയ്തർ യൂണിഫോം മോഷൻ്റെ ആവാം അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷൻ ഗ്രാഫ് ആവാം. പക്ഷേ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ പോയിട്ടുണ്ടെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ആണ്. ശ്രദ്ധിക്കണം, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് എടുത്തു പറയുന്നുണ്ട് പിന്നെയും, കാരണം നമ്മൾ ഇനി അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. അന്നേരവും ഇതുപോലെയൊരു ഗ്രാഫ് നിങ്ങൾ കാണും. അപ്പോഴും അത് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ ഡിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. കാര്യമായ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് മാറ്റം ഉണ്ടാവുന്നില്ല ഇവിടെ. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന മറ്റൊരു ആക്സിസിൽ വെലോസിറ്റി ആയിരിക്കും. ഓൾറെഡി മൂവിങ് ഒബ്ജക്റ്റ് ആയിരിക്കും, അത് റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് ആയിരിക്കില്ല. അന്നേരം ഈ പാരലൽ ആയിട്ടുള്ള ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് റെസ്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയാം, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ ആണ് ഈ പാരലൽ ലൈൻ, എക്സ് ആക്സിന് പാരലൽ ആയിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് നോക്കാം. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ അപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മനസ്സിലായി. അടുത്ത ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എടുക്കാം. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, മൂവ്മെൻറ്റ് ഉണ്ടോ, യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്ന് നോക്കാം. ജസ്റ്റ് ഒരു 15 മീറ്ററും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ടൈം 1, 2, 3, 4 അങ്ങനെ ടൈം ഓരോ സെക്കൻഡായിട്ട് മാറുന്നു. ഡിസ്റ്റൻസ് ടൈമിനനുസരിച്ച് 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇമാജിൻ അതിൻ്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. S is distance and T is time. Distance time 0 ആയിരിക്കുമ്പോൾ ഡിസ്റ്റൻസ് 0 ഇനീഷ്യലി. ഇനി 1 സെക്കൻഡ് ആകുമ്പോൾ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. 2 സെക്കൻഡ്സ് ആകുമ്പോൾ ഡിസ്റ്റൻസ് 10 മീറ്റർ. 3 സെക്കൻഡ്സ് ആകുമ്പോൾ ഡിസ്റ്റൻസ് 15 മീറ്റർ. ഇത് കാണുമ്പോൾ തന്നെ, ഡാറ്റ നമുക്ക് തന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടൈം ഇൻ്റർവൽ സെയിം ആണ്. അതുപോലെ ഡിസ്റ്റൻസ് കവേർഡും സെയിം 5 മീറ്റർ ആണ് ട്രാവൽ ചെയ്ത്. ഇത് യൂണിഫോം മോഷൻ്റെ ഡാറ്റയാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 0, 0 ആദ്യം സ്റ്റാർട്ടിങ്. നെക്സ്റ്റ് 1 സെക്കൻഡിൽ 5 മീറ്റർ. 1 സെക്കൻഡിൽ 5 മീറ്റർ എന്ന് പറയുമ്പം ഇവിടെയാണ് പോയിന്റ് മാർക്ക് ചെയ്യുക അല്ലേ. 2 സെക്കൻഡിൽ 10 മീറ്റേഴ്സ്. 2 സെക്കൻഡ് 10 മീറ്റേഴ്സ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം അല്ലേ. 3 സെക്കൻഡിൽ 15 മീറ്റേഴ്സ്. നമ്മൾ ആദ്യം കണ്ട ഗ്രാഫ് പോലെ അല്ല ഇത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതായത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫിന് ഹൈറ്റ് കൂടുന്നുണ്ട് അല്ലേ, സ്ലോപ്പ് ആകുന്നുണ്ട് അത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ തന്ന 3 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 3 ലൈൻസിനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ എന്താ കിട്ടുക? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇത് കൃത്യമായി വരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കേസിൽ. അപ്പോൾ എന്താ, ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ബൈ ജോയിനിങ് ഓൾ ദ 3 പോയിന്റ്സ് വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇറ്റ്സ് എ സ്ലോപ്പ്. ഒരു സ്ലോപ്പാണ്, അതൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളത് എന്താണ്? യൂണിഫോം മോഷൻ. ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദിസ് ഗ്രാഫ്? ആ ഒബ്ജക്റ്റിൻ്റെ നേച്ചറാണ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഒബ്ജക്റ്റ് റെപ്രസെൻറ്റഡ് ഇൻ ദിസ് ഗ്രാഫ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം ആയിട്ട് കറക്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ കറക്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫാണിത്. സോ ദിസ് ഈസ് എ ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഇത് ആക്സിലറേറ്റഡ് ആണോ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഗ്രാഫിൽ നിന്ന് ഇത് ആക്സിലറേറ്റഡ് മോഷൻ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്താൽ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല. ദിസ് ഈസ് യൂണിഫോം മോഷൻ ഗ്രാഫ് ആൻഡ് ദിസ് ഡസ് നോട്ട് ഹാവ് എനി ആക്സിലറേഷൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണാൻ ശ്രമിക്കുക. അടുത്തത് നമുക്ക് നോൺ യൂണിഫോം മോഷൻ്റെ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് കഴിഞ്ഞു, യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നോൺ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് നോക്കാം. ജസ്റ്റ് ഡാറ്റയ്ക്ക് ഒരു ചെറിയ ചേഞ്ച് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്ന ആ ഒരു ഡാറ്റ, ഡിസ്റ്റൻസ്, ടൈം. ഫസ്റ്റ് 1 സെക്കൻഡ് 5 മീറ്റർ. 2 സെക്കൻഡ്സിൽ ഒരു 7 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. ആൻഡ് 3 സെക്കൻഡ് ആകുമ്പോഴേക്കും, വീണ്ടും 1 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അത് ഒരു 12 മീറ്റർ ട്രാവൽ ചെയ്തു. ഈ രീതിയിലാണ് ഡാറ്റയെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 0, 0 ഇനീഷ്യൽ പോയിന്റ്. 1 സെക്കൻഡിൽ 5 മീറ്റർ. 1 സെക്കൻഡ് 5 മീറ്റർ കവർ ചെയ്തു.
ഇനിയും നെക്സ്റ്റ് 1 സെക്കൻഡിൽ 5-ൽ നിന്ന് 7 എന്ന് പറഞ്ഞാൽ 2 more meters ആണ് കവർ ചെയ്തത്. ആദ്യം 5 മീറ്റർ ആയിരുന്നു 1 സെക്കൻഡിൽ, പിന്നെ 2 meters കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 7 ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടെ 7. നെക്സ്റ്റ് 3 സെക്കൻഡ്സിൽ 12 മീറ്റർ. 3 സെക്കൻഡ്സിൽ 12 എന്ന് പറഞ്ഞാൽ 10-ൽ നിന്ന് കുറച്ചും കൂടെ മേലെ 12 ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ 3 പോയിൻറ്റ്സും വരച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല എന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെ ഒറിജിനൽ നമുക്ക് ജോയിൻ ചെയ്തു പോകാം ഈ പോയിൻറ്റ്സ്. ഇത് ജസ്റ്റ് കേർവ്ഡ് ആണ്, ഒരു സ്ട്രെയിറ്റ് സ്ലോപ്പ് അല്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു കറക്റ്റ് സ്ലോപ്പ് അല്ല നമുക്ക് കിട്ടുന്നത്, സ്ട്രെയിറ്റ് സ്ലോപ്പ് അല്ല നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകുന്ന ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മൂവ്മെൻറ്റ് ഓഫ് ഓർ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദിസ് ഗ്രാഫ് എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. ദിസ് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് ആയിരിക്കും, നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ ചോദിക്കാം, ഈ നോൺ യൂണിഫോം മോഷൻ ആക്സിലറേറ്റഡ് മോഷൻ ആണോ എന്ന്. ഡെഫിനറ്റ്ലി നോൺ യൂണിഫോം മോഷൻ ആക്സിലറേറ്റഡ് ആണ്. കാരണം ഓരോ പ്രാവശ്യവും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഉണ്ടാവും. ആദ്യത്തെ ഇൻ്റർവെല്ലിൽ 5 മീറ്റർ ട്രാവൽ ചെയ്ത്, നെക്സ്റ്റ് 1 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ 2 meters ട്രാവൽ ചെയ്തിട്ടു അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സ്പീഡ് ചേഞ്ചസ് ഓർ വെലോസിറ്റി ചേഞ്ചസ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെഫിനറ്റ്ലി എന്ത് തരും നമുക്ക് റിസൾട്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആക്സിലറേഷൻ ആണ്. അപ്പോൾ നോൺ യൂണിഫോം മോഷൻ ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ, വേറസ് യൂണിഫോം മോഷൻ ഈസ് നോട്ട് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ നമ്മൾ 3 ഗ്രാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ ഒബ്ജക്ട്സിനെ 3 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നേച്ചർ ഓഫ് ദ ഗ്രാഫ് വെൻ ദർ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, അത് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗ്രാഫ് വെൻ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് സ്ലോപ്പ് for distance time graph? It is a graph of uniform motion, an object in uniform motion. And what about this graph? Distance time graphil ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാരാബോളിക് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഷേപ്പ് ഇല്ലാത്തൊരു ഗ്രാഫ് ആണെങ്കിലോ അത് ഒബ്ജക്റ്റ് മൂവിങ് ഇൻ നോൺ യൂണിഫോം മോഷൻ, ഒബ്ജക്റ്റ് അറ്റ് നോൺ യൂണിഫോം മോഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു യൂണിഫോം മോഷൻ്റെ ഗ്രാഫ്, ഒരു യൂണിഫോം മോഷൻ നമ്മളിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്ത അതേ ഗ്രാഫ് നമുക്ക് ഒന്നുകൂടി നോക്കാം. S stands for distance ആണ്, and 0, 1, 2. ഓക്കെ, ഈ യൂണിഫോം മോഷൻ്റെ അതായത് നേരത്തെ നമ്മൾ അക്കോർഡിംഗ് ടു ദ ഡാറ്റ 2 സെക്കൻഡ്സിൽ 10 മീറ്റർ, 3 സെക്കൻഡ്സിൽ 15 മീറ്റർ, ആ ഗ്രാഫ് സ്ലോപ്പ് നമുക്ക് കിട്ടിയ സ്ലോപ്പ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന്, ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്, ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്? സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്? വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ്? വാട്ട് ക്യാൻ വി കാൽക്കുലേറ്റ് ഫ്രം എ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചാൽ, ഫ്രം ദ സ്ലോപ്പ് ഓഫ് എ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇമാജിൻ ഒരു ഒബ്ജക്റ്റ്, ഞാൻ എ ബി എന്ന പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് പോയ ഒരു ഒബ്ജക്റ്റ്, നമുക്ക് ആ ഒരു എ ടു ബി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രം കൺസിഡർ ചെയ്താൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഇൻ ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റിനിടയ്ക്ക് എത്രയാണ് സ്പീഡ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. യൂണിഫോം മോഷൻ ആയതുകൊണ്ട് ഏതൊരു ഇൻ്റർവെൽ എടുത്താൽ, ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് ഒന്ന് തന്നെയാണ് കിട്ടുക. എന്നാലും നോക്കാം. നൗ ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ സ്പീഡ് കണ്ടുപിടിക്കാം? ഒരു ഗ്രാഫിൽ നിന്ന് ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ്? ചിലപ്പോൾ ചോദിക്കാം, ഗ്രാഫ് തന്നിട്ട് കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ദ പോയിന്റ് എ ബി. എ ബിക്ക് ഈ ഒബ്ജക്റ്റ് എ ബി എന്നുള്ള പോയിന്റിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള സ്പീഡ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ വാട്ട് വി ഹാവ് ടു ഡു? ഗ്രാഫിൻ്റെ എ പോയിന്റിൽ നിന്ന് നമുക്ക് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഫ്രം ബി വി ക്യാൻ എക്സ്റ്റെൻഡ് ടു ദ എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു ടൈം ആക്സിസിലേക്ക്, ടൈം എക്സ് ആക്സിസ് അതായത് ടൈം റെപ്രസെൻറ്റ് ചെയ്ത ആക്സിസിലേക്ക് വന്നത്, അതിനെ T1 എന്ന് കൊടുക്കാം. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ് ആക്സിസിലേക്ക് വരച്ചപ്പോൾ നമുക്ക് അത് 3 സെക്കൻഡ്സിൽ ഇവിടെ നിർത്തി, അതിനെ T2 എന്ന് കൊടുക്കാം, സെക്കൻഡ്. ഇനിയും എയിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസിലേക്ക് അല്ലേ, ഡിസ്റ്റൻസിൻ്റെ വൈ ആക്സിസിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ എവിടെയാണ് എത്തുക? 10 മീറ്ററിലേക്ക്. ഇതിനെ S1 എന്ന് കൊടുക്കാം, ഡിസ്റ്റൻസ് 1. എ ടു ബി മാത്രമുള്ള കേസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എയിൽ നിന്നും കറസ്പോണ്ടിങ് ലൈൻ വരയ്ക്കുക, ബിയിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലൈൻ എടുത്താൽ നമുക്ക് 15 മീറ്റർ ഇവിടെ എത്തും അല്ലേ. അതിനെ S2 എന്നെടുക്കാം. ഓക്കെ,
Now what is the speed? Speed equal to ഈ പോയിന്റിനിടയ്ക്ക് എ ബി എന്ന പോയിന്റിനിടയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെല്ലിനുള്ള ഇടയ്ക്കുള്ള ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. ഡിസ്റ്റൻസ് ബൈ ടൈം, ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. ഈ കേസിൽ നമുക്ക് എസ് എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു 10 to 15 ആണ് നമ്മളുടെ ഡിസ്റ്റൻസ് അല്ലേ. അതായത് നമ്മൾ എങ്ങനെ എടുക്കും, 15 - 10 എന്നെടുത്തിട്ട് 5 മീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക നമ്മൾ, വി ഈസ് ഈക്വൽ ടു S2 15 - 10 എങ്ങനെ എഴുതും, S2 - S1 എന്ന് എഴുതുക. S2 - S1 ഡിവൈഡഡ് ബൈ ടൈമോ, ടൈം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ 1 സെക്കൻഡ് ആണെന്ന് കിട്ടുന്നത്, 3 സെക്കൻഡ്സ് - 2 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, T2 - T1 എന്നെടുക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി ഈസ് ഈക്വൽ ടു S2 - S1 എത്രയാണ് കിട്ടുക, 5 അല്ലേ. 15 - 10 ദാറ്റ് ഈസ് 15 - 10 ഡിവൈഡഡ് ബൈ T2 - T1 എങ്ങനെ, 3 സെക്കൻഡ്സ് - 2 സെക്കൻഡ്സ്, 3 - 2. സോ കാൽക്കുലേറ്റ് വി ഈസ് ഈക്വൽ ടു 5/1. വെലോസിറ്റി എത്രയാണ് കിട്ടുക നമുക്ക്, 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എ ബി എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിലേക്കും അതുപോലെ വൈ ആക്സിസിലേക്കും ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്താൽ നമുക്കതിൻ്റെ എന്ത് കിട്ടും, ആ ഒരു ടൈം ഇൻ്റർവലും ഡിസ്റ്റൻസും കിട്ടും. അതുപോലെ സെയിം ഇക്വേഷൻ തന്നെ, പക്ഷെ നമുക്ക് കറസ്പോണ്ടിങ് ലൈൻസ് നമ്മൾ എക്സ് ആക്സിലേക്ക് വൈ ആക്സിലേക്ക് മാർക്ക് ചെയ്തപ്പോൾ S2 S1 T2 T1 എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവെൽ കിട്ടിയത് കൊണ്ട് നമ്മളത് യൂസ് ചെയ്ത് ഫൈനലി ഈ ഒബ്ജക്റ്റിന് എ ബി എന്ന പോയിന്റിൽ ഉള്ള സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ് സ്പീഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി യൂണിഫോം മോഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് എ ബി ഇവിടെയും ഇവിടെ ആയാലും സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. യൂണിഫോം മോഷൻ ആണല്ലോ. നോൺ യൂണിഫോം മോഷൻ മാത്രമേ നമുക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യുള്ളൂ. സോ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ എങ്ങനെ ആ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തത്, ഫ്രം ദി സ്ലോപ്പ് ഓഫ് ദ ഒരു സ്ലോപ്പിൽ നിന്നാണ്, ഈ സ്ലോപ്പിൽ നിന്നാണ് നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, സ്പീഡ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നു, സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ദാറ്റ് So speed of an object can be calculated from the slope of a graph. Actually slope of a graph എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു എക്സ് ആക്സിന് പാരലൽ ആയിട്ടൊരു ലൈൻ ഇവിടെ വരയ്ക്കാം. ഈ സ്ലോപ്പ് ഈ പാരലൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ഗ്രാഫ് മീൻസ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y/x ആണ്. സ്ലോപ്പ് അല്ലെങ്കിൽ ഈ ആംഗിൾ ടാൻ തീറ്റ എന്നൊക്കെയാണ് പറയുക. അത് ട്രിഗ്നോമെട്രി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. 10th സ്റ്റാൻഡേർഡിൽ ട്രിഗ്നോമെട്രി സൈൻ കോസ് ടാൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി ഐഡിയ വരും. എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ഗ്രാഫിലെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, y/x ആണ്. y ആക്സിസ് വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ വാല്യൂ. ഇങ്ങനെ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. y/x, y ഏതാണ് ഇവിടെ, ഇതാണ് അല്ലേ y ആക്സിസ്, y ഇത് x. നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയത് അല്ലേ. 15 - 10 5 ഡിവൈഡ് ബൈ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ടൈമിൻ്റെ 3 - 2 y/x ആണ് സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇത് ടാൻ തീറ്റ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അങ്ങനെയൊക്കെയാണ്. അതൊന്നും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ക്ലിയർ ആവാൻ കൺഫ്യൂസ്ഡ് ആവുകയുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹയർ ക്ലാസ്സിലാണ് ഇതിൻ്റെ കൂടുതൽ അപ്ലിക്കേഷൻ വരിക. സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y/x ആണ് എന്ന് ഓർമ്മിച്ചിരിക്കുക. y ആക്സിസ് വാല്യൂ ഡിവൈഡ് ബൈ എക്സ് ആക്സിസ്. ആംഗിൾ ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി ആംഗിളിനെ വെച്ച് പല ആംഗിളിൽ പല സ്ലോപ്പുകൾ ഒരേ ഗ്രാഫിൽ തന്നെ ഒന്നിലധികം സ്ലോപ്പ് തന്നാൽ വിച്ച് ഈസ് ഹാവിങ് മോർ സ്പീഡ്, വിച്ച് അമംഗ് ദ ഒബ്ജക്റ്റ് എ ബി സി ഇതിൽ ആർക്കാണ് കൂടുതൽ സ്പീഡ് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വരും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ നമുക്ക് ടൈം റെപ്രസെൻറ്റ് ചെയ്യാം സെക്കൻഡ്സ് യൂണിറ്റ്, വൈ ആക്സിസിൽ ഡിസ്റ്റൻസ് മീറ്ററിൽ. ആൻഡ് രണ്ട് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് സ്ലോപ്പിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ്, ഇത് ബി എന്ന് പറയുന്ന മറ്റൊരു വെഹിക്കിളിൻ്റെ സ്പീഡ്, ഇത് സി എന്ന് പറയുന്ന ഒരു വെഹിക്കിളിൻ്റെ. 3 ഒബ്ജക്റ്റ് എ ബി സി അങ്ങനെ 3 കാറുകളാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. ഇതിൽ ഏത് സ്ലോപ്പ് അല്ലെങ്കിൽ ഏത് കാറിനാണ് കൂടുതൽ സ്പീഡ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഹാവിങ് മോർ സ്പീഡ്, എ ബി ഓർ സി. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യുക, സി ആണോ ബി, പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തന്നാൽ ഏതാണ്,
അപ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണ്ടേ? ആംഗിൾ ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ആംഗിൾ മേക്ക് ചെയ്യുന്ന എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്കൊന്ന് നോക്കാം. സി എന്ന് പറയുന്ന വെഹിക്കിൾ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമുക്ക് θ1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ബിയുമായിട്ട് എക്സ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമുക്ക് θ2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ കുറേയും കൂടി വലുതാണ് അല്ലേ, θ3 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എ ബി സി എന്ന് നിങ്ങൾ എടുത്താൽ മതി, θ1 θ അങ്ങനെ ചെയ്യണമെന്നില്ല. ഓക്കെ, അതിൽ ഏതാണ് ഏറ്റവും വലിയ ആംഗിൾ, ഏത് സ്ലോപ്പാണ് മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസുമായിട്ട്? എ ആണ് ഏറ്റവും വലിയ ആംഗിൾ മേക്ക് ചെയ്യുന്നത് അല്ലേ. സോ ദ കാർ എ വിൽ ബി ഹാവിങ്, അല്ലെങ്കിൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ് എ, അല്ലെങ്കിൽ സ്റ്റീപ്പാണെന്ന് ഓർമ്മിച്ചാൽ മതി. ശരിക്കും എക്സ് ആക്സിസുമായി ഏറ്റവും കൂടുതൽ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആ സ്ലോപ്പായിരിക്കും ഏറ്റവും സ്പീഡിൽ പോകുന്ന വെഹിക്കിൾ. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ക്ലിയർ ആയല്ലോ. ദ ഫാസ്റ്റസ്റ്റ് കാർ ഈസ് എ ആൻഡ് ദ സ്ലോവസ്റ്റ് വൺ ഈസ് സി. ഏറ്റവും ചെറിയ ആംഗിൾ ഇതാണ് ഏറ്റവും ചെറിയ ആംഗിൾ. അപ്പോൾ സ്ലോ ആരാണ്? ഈ ചെറിയ ആംഗിൾ അല്ലേ. ഓക്കെ, ചെറിയ ആംഗിൾ മേക്ക് ചെയ്ത് മറ്റ് രണ്ടും കൺസിഡർ ചെയ്യാതിരുന്നാൽ ഏറ്റവും ചെറിയ ആംഗിൾ സി ആണ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത് സ്ലോവസ്റ്റ് ആണ്. ഏറ്റവും വലിയ ആംഗിൾ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മിക്കുക, ഏറ്റവും സ്റ്റീപ്പായിട്ട് പോകുന്ന സ്ലോപ്പായിരിക്കും ആ ഒബ്ജക്റ്റ് ആയിരിക്കും എന്താ കൂടുതൽ ഫാസ്റ്റർ. ഓക്കെ.